എന്തൊരു ദ്രോഹമാണ് സന്ദീപ് വാര്യരോട് ഈ മുസ്ലിം ലീഗുകാർ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നിപ്പിക്കാൻ തൊപ്പി വെച്ചും ഗൾഫ് യാത്രകൾ നടത്തിയും പാണക്കാട്ട് കയറിയിറങ്ങിയും നിങ്ങളെ പ്രീണിപ്പിക്കാൻ എന്തൊക്കെ ചെയ്ത ആളാണ് സന്ദീപ് വാര്യർ. സത്യത്തിൽ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ നിന്ന് ജയിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ടായി. കാരണം അവിടെ CPM-ൻ്റെ കോട്ടയാണ് തൃക്കരിപ്പൂർ. EK നയനാറൊക്കെ ജയിച്ചിട്ടുള്ള മണ്ഡലം. അവിടെ VPP മുസ്തഫയുടെ 4431 വോട്ടുകൾക്കാണ് എൻ്റെ സുഹൃത്തായിരുന്ന സന്ദീപ് വാര്യർ പരാജയപ്പെടുത്തിയത്. എനിക്കത് സത്യത്തിൽ സന്തോഷമുണ്ടായി വ്യക്തിപരമായി. അത് പറഞ്ഞ സന്ദീപ് ചിലപ്പോൾ വിശ്വസിക്കത്തില്ല. സന്ദീപിനെ അറിയാമല്ലോ, സന്ദീപ് എൻ്റെ സുഹൃത്തായിരുന്നു. സന്ദീപ് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ആ പോണേത്ത് റോഡിലുള്ള കലൂർ പോണേത്ത് റോഡിലുള്ള ഫ്ലാറ്റിൽ സിനിമാ സംബന്ധിയായ ചർച്ചകൾക്ക് വരുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ചാനലിൽ വന്ന് ഞാനും സന്ദീപുമായിട്ടുള്ള ചില ചർച്ചകൾ, ഡിബേറ്റുകൾ ഒക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടു. BJPയിൽ വളരെ നന്നായി പഠിക്കുകയും പ്രസൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് സന്ദീപ് വാര്യർ. സന്ദീപിനെ എനിക്ക് അതിന് മുമ്പേ അറിയാം. ഞാൻ കലാകൗമുദിയുടെ ചുമതലയുണ്ടായിരുന്ന സമയത്ത് ഈ പ്രാദേശിക ലേഖകന്മാരെയും ജില്ലാ ലേഖകന്മാരെയൊക്കെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ സമയത്ത് സന്ദീപ് വാര്യർ എന്ന ചെറുപ്പക്കാരൻ BJPയുടെ എൻട്രി തുടങ്ങിയ സമയത്ത് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് അവിടെ പാലക്കാട് ജില്ലയിലെ ലേഖകരായി പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ച് എന്നെ വിളിച്ചെടുത്തു. അതിനുശേഷം സന്ദീപ് ഞാനുമായിട്ട് വളരെ നല്ല ബന്ധമായിരുന്നു. പിന്നീട് സന്ദീപ് BJPയിലേക്ക് സജീവ പ്രവർത്തകരായിട്ട് വന്നു. BJP നേതാവായി വളർന്നു വന്നു. സന്ദീപ് BJP വിട്ടുപോയത് സത്യത്തിൽ എനിക്ക് ഖേദമുള്ള കാര്യമാണ്. സന്ദീപിനെ പോലെയുള്ള ചെറുപ്പക്കാർ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കേണ്ടവരായിരുന്നു. പക്ഷേ സന്ദീപ് അത്ര കാര്യമായ പ്രശ്നങ്ങളില്ലാതെ ഒരു പ്രകോപനമുണ്ടാക്കി BJPയിൽ നിന്ന് പോയി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനുശേഷം സന്ദീപിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ ജോലി ചെയ്തിരുന്ന പഴയ ചാനലിൽ ചില വീഡിയോകൾ വന്നിരുന്നു. സത്യത്തിൽ ഞാനല്ല ആ വീഡിയോകളൊക്കെ ചെയ്തത്. പക്ഷേ നമ്മുടെ ചാനലിൽ പല ആളുകൾ വരുന്നുണ്ട്, പല ഗസ്റ്റുകൾ വരുന്നുണ്ട്, അവർ പലതും പറയും. അക്കൂട്ടത്തിൽ സന്ദീപിനെതിരെ വിമർശനം വന്നു എന്ന പേരിൽ സന്ദീപ് ക്ഷുഭിതനായി എന്നെ വിളിച്ച് ചൂടായി സംസാരിച്ചു. അതിനുശേഷം ആ വീഡിയോ ആങ്കർ ചെയ്ത എൻ്റെ സഹപ്രവർത്തകരെ വിളിച്ച് വരട്ടി. അങ്ങനെയൊക്കെ വന്നപ്പോൾ സന്ദീപുമായിട്ടുള്ള ഒരു കോർഡിയലായിട്ടുള്ള റിലേഷൻ പതുക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയതാണ്. എന്നാലും സന്ദീപിനെ എനിക്കിഷ്ടമാണ്. സന്ദീപ് നന്നായി പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. നന്നായി പ്രസൻറ്റ് ചെയ്യാനറിയാം. ഈ ഇടയ്ക്ക് ആവേശം കയറിയിട്ട് സകല മുസ്ലിമുകളുടെയും കഴുത്തിൽ ടയർ കെട്ടി തൂക്കിയിടണം എന്നൊക്കെ പോസ്റ്റിട്ട ഒരു കാലമുണ്ട് എന്ന് എതിരാളികൾ പറയുന്നുണ്ട്. സന്ദീപ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു പോസ്റ്റ് കാണിച്ചു തരാമെന്നൊക്കെ സന്ദീപ് ചോദിക്കുന്നുണ്ട്. എന്നാൽ പോലും അങ്ങനെ ചിലത് വായിച്ചതായി എനിക്കും ഒരു ഓർമ്മയുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നിയതാണോ എന്നറിയില്ല. ഏതായാലും സന്ദീപ് വാര്യരുടെ വിജയത്തിന് ഞാൻ എല്ലാ അഭിനന്ദനങ്ങളും കുറച്ച് വൈകിയാണെങ്കിലും സന്ദീപിനെ അറിയിക്കുന്നു. സന്ദീപിനെ പോലെയുള്ള ആളുകൾ ജയിച്ചു വരേണ്ടതാണ്. സന്ദീപ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബഹുമാന്യനായ പിതാവ് എന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ടായിരുന്നു. പിന്നെ സന്ദീപ് ഇടയ്ക്ക് ഇങ്ങ് വിട്ടുപോയി. സന്ദീപിനെതിരെ നമ്മുടെ ചാനലിൽ ചില വീഡിയോകളൊക്കെ ചെയ്തതിന് ശേഷം അദ്ദേഹം എന്നെ വിളിക്കുമ്പോൾ അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, അദ്ദേഹത്തോട് അതുവരെയുള്ള സൗഹൃദവും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന അതേ നാവ് കൊണ്ട് സന്ദീപിനെതിരെ വീഡിയോ ചെയ്തതിന് ശേഷം സംസാരിക്കാനുള്ള ഒരു ജാള്യത, ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കാം. അതുകൊണ്ട് അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ കോൾ എടുക്കാറില്ല. ഏതായാലും അദ്ദേഹത്തോടും എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ സന്ദീപിന് എന്താ പറ്റിയിരിക്കുന്നത്? സന്ദീപിനെ സംബന്ധിച്ച് സന്ദീപ് ഇപ്പോൾ വലിയൊരു വേട്ടമൃഗമായിരിക്കുന്നു. BJPക്കാർ പണ്ട് വേട്ടയാടി, അല്ലെങ്കിൽ CPMകാർ വേട്ടയാടി എന്നൊക്കെ പറയുന്ന അതേ സന്ദീപിനെ അവരൊക്കെ ചെയ്തതിനേക്കാൾ വർദ്ധിത വീര്യത്തോടെ വേട്ടയാടുകയാണ് സന്ദീപ് ചെന്ന് കയറിയ ഇടത്തെ പാണക്കാട്ടെ കിങ്കരന്മാർ എന്ന് പറയണം. പാണക്കാട്ട് തങ്ങളുടെ ആശീർവാദമുള്ള നേതൃത്വം വഹിക്കുന്ന പാർട്ടിയിലെ ആളുകൾ സന്ദീപിനെ ഊടുപാട് ചീത്ത വിളിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഒരു ലീഗിൻ്റെ പ്രവർത്തകർ, ആ കാണുന്ന മലയൊക്കെ ഞങ്ങൾ സന്ദീപിനെ കൊണ്ട് കയറിയതാണ്, ഞങ്ങൾ അവിടെയൊക്കെ കയറി സന്ദീപിന് വേണ്ടി വോട്ട് ചോദിച്ചു, സന്ദീപ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അടുത്ത ദിവസം സന്ദീപ് വരുമ്പോൾ സ്കൂൾ കുട്ടികളുടെ ബാൻഡൊക്കെ റെഡിയാക്കി ബാൻഡ് മേളത്തോടെ സ്വീകരിക്കാൻ വെച്ചിരുന്നതാണ്. അപ്പോഴാണ് ഈ പണി കാണിച്ചിരിക്കുന്നത്. എന്ത് പണി കാണിച്ചു സന്ദീപ് കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പറാണ്. കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പറായ സന്ദീപ് വാര്യർ അതിൻ്റെ കേന്ദ്ര നേതൃത്വം വന്നപ്പോൾ സന്ദീപ് പറഞ്ഞു, എനിക്ക് KC മുഖ്യമന്ത്രിയാവുന്നതാണ് എൻ്റെ താല്പര്യമെന്ന് പറഞ്ഞു. അത് ഈ പറഞ്ഞതുപോലെ ഒരു രേഖയുടെ ഫോട്ടോ പുറത്ത് വന്നിട്ട് അത് സൂം ചെയ്തിട്ടാണല്ലോ ഇന്ന ആളുകൾ, ചില ആളുകളൊക്കെ KCക്ക് വേണ്ടി നിലകൊണ്ടുവന്ന് പറഞ്ഞത്. സന്ദീപ് വാര്യർ അങ്ങനെ പറഞ്ഞാൽ സന്ദീപ് വാര്യന് അതിന് അവകാശമില്ലേ? കോൺഗ്രസ് വേറൊരു പാർട്ടിയല്ലേ? കോൺഗ്രസ് പാർട്ടിയിലുള്ള ആളുകളെ എങ്ങനെ ചിന്തിക്കണം എന്ന് ലീഗാണോ തീരുമാനിക്കുന്നത്? സന്ദീപ് വാര്യർക്ക് സന്ദീപ് വാര്യരുടെ അഭിപ്രായം പറയാൻ 100% അവകാശമുണ്ട്. പാണക്കാട്ട് വന്ന് ഒരു ബിരിയാണി കഴിച്ചു എന്നതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ സന്ദീപ് വാര്യർ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പാണക്കാട്ട് ഇച്ഛയ്ക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കണം എന്ന് ശഠിക്കാൻ പറ്റുമോ? അപ്പോൾ സന്ദീപ് വാര്യരോട് എനിക്ക് ഉള്ള ബഹുമാനം ഇപ്പോൾ കൂടി, ഇഷ്ടവും കൂടി കേട്ടോ. കാരണം പാണക്കാട്ട്
ഉള്ള ഒരു ദയാവായ്പ കൊണ്ട് സന്ദീപ് വാര്യർക്ക് കിട്ടിയ സീറ്റാണ് എന്നൊക്കെ പറയാമെങ്കിലും അവരവകാശപ്പെടുന്നത് അങ്ങനെയാണ്. തൃക്കരിപ്പൂരൊക്കെ ഞങ്ങൾ മലയെല്ലാം കയറ്റിക്കൊണ്ട് നടന്നു സന്ദീപ് വാര്യരെ എന്നാണ് അവരിപ്പോൾ പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ ആ ജന്മം ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ അടിമയായിരിക്കണം എന്നാണോ ശഠിക്കുന്നത്? സന്ദീപ് വാര്യർക്ക് അത് മനസ്സിലായില്ല. സന്ദീപ് ചെന്ന് കയറിയ സ്ഥലത്ത് സന്ദീപ് കരുതിയത് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ എനിക്ക് കോൺഗ്രസ്സുകാരനായിട്ട് പ്രവർത്തിക്കാം, കോൺഗ്രസ്സുകാരനായിട്ട് ചിന്തിക്കാം, കോൺഗ്രസ്സുകാരനായിട്ട് സഞ്ചരിക്കാമെന്ന് കരുതി. ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് വഴിയിലിറങ്ങി നടക്കാൻ വയ്ക്കുക. ലീഗുകാർ പറയുന്ന ഓനെ കിട്ടിയ ഞങ്ങൾ ശരിയാക്കുന്ന എന്താ കാര്യം? പാണക്കാട് തങ്ങളെ എന്തെങ്കിലും പറഞ്ഞോ സന്ദീപ് വാര്യർ? കുഞ്ഞാലിക്കുട്ടിയെ എന്തെങ്കിലും പറഞ്ഞോ സന്ദീപ് വാര്യർ? ഇല്ല. സന്ദീപ് വാര്യർ പറഞ്ഞു താൻ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് ആ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി അംഗം കൂടിയായ സന്ദീപ് വാര്യർ ഒരു MLA എന്ന നിലയിൽ തൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ് ആരായിരിക്കണം എന്നുള്ള അഭിപ്രായം തൻ്റെ നേതൃത്വത്തോട് പറഞ്ഞു. അതിനു വേണ്ടി നിങ്ങൾ സന്ദീപ് വാര്യരെ കൊല്ലാൻ നടക്കുക, ചീത്ത വിളിക്കുകയാണ്. സന്ദീപ് വാര്യറിന് വോട്ട് ചെയ്ത് തെറ്റായി പോയി എന്ന് പറയുകയാണ്. ഇനി ഒന്നുകൂടെ ഓൻ വന്ന് തൃക്കരിപ്പൂർ നിൽക്കട്ടെ, കാണിച്ചു കൊടുക്കാമെന്ന് പറയുകയാണ്. എന്തൊരു ജനാധിപത്യമാണ് ലീഗ്? വെറുതെയാണോ നിങ്ങളുടെ പാർട്ടിയെ മറ്റുള്ളവർ, മറ്റ് മുസ്ലിം സംഘടനകളിൽപ്പെട്ടവർ, ഞാൻ വിളിക്കത്തില്ല കേട്ടോ, മൂരികളെന്ന് വിളിക്കുന്നത്? ലീഗിൻ്റെ മൂരികളെന്ന് SDP വിളിക്കും, പോപ്പുലർ ഫ്രണ്ടുകാർ വിളിക്കും. ഞാൻ വിളിക്കില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെ അങ്ങനെ ആക്ഷേപിക്കാൻ പറ്റും. പക്ഷേ അത്തരം സ്വഭാവം കാണിക്കരുത്. സന്ദീപ് വാര്യർ കോൺഗ്രസ്സുകാരനാണ്, നിങ്ങളുടെ പാർട്ടിക്കാരല്ല. നിങ്ങളുടെ കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ ഷാജിയോ എന്ത് ചെയ്യണമെന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ലല്ലോ. അത് ഞങ്ങളുടെ പാർട്ടിക്കാരെയും ഞങ്ങൾ തീരുമാനിക്കാം എന്ന് നിങ്ങൾ വെക്കും. അപ്പോൾ നിങ്ങൾ വയനാട്ടിൽ സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയൊക്കെ വന്നപ്പോൾ നിങ്ങൾ കുറേ വോട്ട് ചെയ്ത് പച്ചക്കൊടിയും കാണിച്ച് നിങ്ങൾ കുറേ വോട്ട് ചെയ്ത് കൊടുത്തു എന്നതിൻ്റെ പേരിൽ കോൺഗ്രസ്സുകാർ ആ ജന്മം നിങ്ങളുടെ അടിമകളായിരിക്കണം എന്നുള്ളൊരു മനോഭാവം നിങ്ങൾക്കുണ്ടെന്നാണ് സന്ദീപ് വാര്യർക്ക് നേരെ ഇപ്പോൾ നടത്തുന്ന ആക്രമണത്തിലൂടെ മനസ്സിലാവുന്നത്. സന്ദീപിനൊരു പുതിയ അനുഭവമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ ജനാധിപത്യ പാർട്ടിയിൽ BJPയിൽ അംഗത്വവും അംഗീകാരവും നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസിൽ ചെന്നു. ഭാഗ്യവാനായ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ തന്നെ CPMൻ്റെ മുസ്തഫയെ തോൽപ്പിച്ച് MLA ആകാൻ പറ്റി. വളരെ നല്ലത്. പക്ഷേ ഇപ്പം സന്ദീപിന് മനസ്സിലായില്ലേ ഈ മുന്നണി എങ്ങനത്തെ മുന്നണിയാണെന്ന്? ആ പാർട്ടിയിൽ ഇതുവരെ സന്ദീപ് വാര്യർക്ക് നേരെ ഇത്ര സംഘടിതമായ സൈബർ ആക്രമണം നടന്നിട്ട് അരുതെന്ന് പറയാനോ, തെറ്റാണ്, ഞങ്ങളുടെ നേതാക്കന്മാരെ ഇങ്ങനെ ആക്രമിക്കരുത്. സന്ദീപ് വാര്യർക്കെതിരെ ഇപ്പോൾ ലീഗിലെ ആളുകൾ അല്ലെങ്കിൽ SDPIക്കാർ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം തെറ്റാണ് എന്ന് പറയാൻ കോൺഗ്രസ്സിലെ ഒരു കുഞ്ഞു കുട്ടി പോലും ഉണ്ടായിട്ടില്ലല്ലോ സന്ദീപേ. ഇതാണ് വ്യത്യാസം. ഇതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആശയഗതിയും ചിന്താഗതിയും പ്രവർത്തന രീതിയും. അവരൊരു മുന്നണിയിലുണ്ടെങ്കിൽ, അവർക്ക് നിർണായകമായ സ്വാധീനമുണ്ടെങ്കിൽ അവർ തീരുമാനിക്കും എന്തു പറയണം എന്നു മാത്രമല്ല എന്തു ചിന്തിക്കണമെന്നുകൂടി അവർ തീരുമാനിക്കുമെന്നതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ സന്ദീപ് വാര്യർക്ക് നേരെ നടക്കുന്ന ആക്രമണം. സന്ദീപ് ഇത് മനസ്സിലാക്കിയിരുന്നില്ല അല്ലേ? സന്ദീപ് എന്തൊക്കെ പറഞ്ഞാലും സന്ദീപിൻ്റെ പേര് സന്ദീപ് വാര്യർ എന്നാണ്. നിങ്ങൾ പൊന്നാനി പോയിട്ടില്ല, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പച്ചക്കൊടിയുള്ള പാർട്ടി ചേർന്നാൽ നിങ്ങളെ അവർ സ്വീകരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വേറെ പാർട്ടിയാണെങ്കിൽ പോലും ലീഗ് കൂടി ഉൾപ്പെടുന്ന മുന്നണിയിലാണെങ്കിൽ നിങ്ങൾ അവരുടെ രാഷ്ട്രീയ അടിമയായി പ്രവർത്തിക്കണമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താ കേരളത്തിൽ നടക്കുന്നത്? കേരള ജനത ആഗ്രഹിക്കുന്നു സതീശനെ. ഏത് കേരള ജനത? അയ്യോ സതീശൻ മുഖ്യമന്ത്രി ആവാത്തത് കൊണ്ട് എനിക്ക് അത്താഴം കഴിക്കാൻ തോന്നുന്നില്ല എന്ന് എത്ര മലയാളി പറയുന്നുണ്ട്? സതീശൻ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ ഞങ്ങളുടെ അജണ്ടകൾ നടപ്പാവില്ല എന്ന് നിലവിളിക്കുന്നത് മുസ്ലിം ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുകാരും സുഡാപ്പികളുമാണ്. അത് കൃത്യമായി സന്ദീപ് വാര്യർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് സന്ദീപ് വാര്യർ പറഞ്ഞത് KC മുഖ്യമന്ത്രിയായാൽ മതിയത്. KC മുഖ്യമന്ത്രിയായാൽ എന്താണ് ലീഗ് നിങ്ങൾക്ക് പ്രശ്നം? എന്താണ് ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പ്രശ്നം? നിങ്ങളുടെ അടിമയല്ലാത്ത ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്നതാണോ KC ആയാലും RC ആയാലും? ഖലീഫമാരുടെ ഭരണമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തെ ഒരു ഖലീഫേറ്റാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. അത് അങ്ങനെയൊന്നും വകവെച്ച് തരാൻ പറ്റില്ല. അതിനുള്ള സ്വാധീനമായിട്ടില്ല. നിങ്ങളൊരു 30% ആയി കാണും. 30% ആയി കഴിഞ്ഞാൽ 313 പേരെ കൊണ്ട് നിങ്ങൾ ഒരു വലിയ യുദ്ധം ജയിച്ചിട്ടുണ്ട് ചരിത്രത്തിൽ എന്ന് നിങ്ങൾ പറയുന്നു. കാരണം ദൈവം കൂടെ നിൽക്കുമെന്ന്. അത് കരുതി കേരളത്തെ അങ്ങ് മാറ്റിമറിക്കാനുള്ള ശക്തിയൊന്നും ആയിട്ടില്ല. ആകാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നുണ്ട്. ചെറുപ്പത്തുനിൽപ്പുണ്ടാവും.
ആ ചെറുത്തുനിൽപ്പിൻ്റെ കൂടെ ഭാഗമാണ് സന്ദീപ് വാര്യരുടെ ഈ നിലപാട്. സന്ദീപ് വാര്യരെ സർവാത്മന പിന്തുണയ്ക്കുന്നു. സന്ദീപ് വാര്യർക്ക് നേരെ ഇപ്പോൾ നടക്കുന്ന സൈബർ ആക്രമണം ചെറുക്കേണ്ടതാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരന് തൻ്റെ നേതാവ് ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനും അഭിപ്രായം പറയാനുമുള്ള അവകാശമുണ്ടാവണം. ഈ അവകാശം സംരക്ഷിച്ചു കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടിയിൽ ഒരൊറ്റ കുഞ്ഞും മിണ്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ സന്ദീപ് വാര്യർക്ക് പിന്തുണ കൊടുക്കുന്നത്. സന്ദീപ് വാര്യർ ഉയർത്തിപ്പിടിക്കുന്നത് സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ഹനിക്കാൻ ഒരു ലീഗുകാരനും ഒരു ജമായത്തെ ഇസ്ലാമിക്കും അവകാശമില്ല. സന്ദീപ് വാര്യർ എന്താ കോൺഗ്രസ്സിൽ ചേർന്ന് നിങ്ങളുടെ അടുക്കള പണി ചെയ്യാനാ? അപ്പോൾ സന്ദീപ് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. സന്ദീപിൻ്റെ കൂടെ കേരളത്തിലെ മതരാഷ്ട്രീയത്തിന് വഴങ്ങിക്കൊടുക്കാത്ത ഇസ്ലാമിക മതഭരണം കേരളത്തിൽ വരരുതെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരുമുണ്ട്. സന്ദീപ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ആരായിരിക്കണം, മുഖ്യമന്ത്രി ആരായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം സന്ദീപ് വാര്യർക്ക് കിട്ടാൻ വേണ്ടി, ആ ആശയം ഉറക്കെ പറയാൻ വേണ്ടി സന്ദീപ് വാര്യരുടെ കൂടെ എല്ലായ്പ്പോഴും ഞങ്ങളുണ്ടാവും, ആരുണ്ടായില്ലെങ്കിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ദയവായി ഇന്ന് തന്നെ അത് ചെയ്യണേ. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ചാനലിലെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് പറയുന്ന ലോഗോയിലൊന്ന് വിരലമർത്തിയാൽ അതിൻ്റെ ഫീഡ് തെളിഞ്ഞ് വരും. ആ ഫീഡിൽ നീല നിറത്തിൽ സബ്സ്ക്രൈബ് എന്നൊരു ബാറുണ്ട്, അവിടെ ഒന്ന് വിരലമർത്തുക. തൊട്ടടുത്ത് ഒരു ബെല്ലൈക്കണമുണ്ട്, അവിടെയും വിരലമർത്തിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. നിങ്ങൾക്ക് മുന്നിൽ മറ്റാരും പറയാത്ത വാർത്തകളുമായി ഞങ്ങൾ എന്നും ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം. സഹായിക്കണം.